ജോഗ്രഫിക്കൽ ഡിവിഷൻസിൽ 6 ഡിവിഷൻസിലും മൂന്നാമത്തെ ഡിവിഷനായ പെനിൻസുലാർ പ്ലാറ്റോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം പെനിൻസുലാർ പ്ലാറ്റോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് പെനിൻസുലാർ പ്ലാറ്റോ. പിന്നെ ഇത് ഏറ്റവും പഴയ ലാൻഡ് മാസാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകിയിരിക്കുന്നത് ഗോണ്ട്വാന കോണ്ടിനെൻറ്റ് അടർന്ന് മാറുന്ന സമയത്താണെന്നാണ് പറയുന്നത്. 50% ഇന്ത്യയുടെ 50% ലാൻഡ് മാസും പെനിൻസുലാർ പ്ലാറ്റോയിലാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 600 തൊട്ട് 900 മീറ്റേഴ്സ് വരെയാണ്. ഇതിൻ്റെ ഒരു അസിമെട്രിക്കൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നോർത്ത് തൊട്ട് സൗത്ത് വരെ ഉള്ള ദൂരം 1600 കിലോമീറ്റേഴ്സാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നത്. പെനിൻസുലാർ പ്ലാറ്റോയുടെ അതിരുകളായിട്ട് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഡൽഹി പർവ്വതനിര, അത് ആരവല്ലീസിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് വരുന്നത്. പിന്നെ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ പർവ്വതനിരകൾ, തെക്ക് കാർഡമം ഹിൽസാണ്. പിന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഈസ്റ്റേൺ ഗട്ട്സും വരുന്നുണ്ട്. ഈ പെനിൻസുലാർ പ്ലാറ്റോയിൽ കൂടുതലായിട്ടും കാണുന്ന റോക്സ് ക്രിസ്റ്റലൈൻ, ഇഗ്നീഷ്യസ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ് ആണ്. കാലങ്ങൾ കൊണ്ട് കുറേ മാറ്റങ്ങൾ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റോയിൽ സംഭവിച്ചത് കൊണ്ട് റോക്സിന് ഫോൾട്ടിങ്ങും ഫ്രാക്ചേഴ്സും സംഭവിച്ചിട്ടുണ്ട്. ഈ വേരിയേഷൻസ് കാരണം അവിടെ പലതരത്തിലുള്ള ഈ സ്ഥലത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭൂപ്രകൃതി പലതരം വൈവിധ്യപൂർണ്ണമായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഫോൾട്ടുകളും ഒക്കെ കൊണ്ട് പലതരത്തിലുള്ള ഭൂപ്രകൃതി ഉണ്ടെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളാണ് ടോസ്, ബ്ലോക്ക് മൗണ്ടെയ്ൻസ്, റിഫ്റ്റ് വാല്യൂസ്, സ്പാർസ്, ബെയർ റോക്കി സ്ട്രക്ചേഴ്സ്, ക്വാർട്സൈറ്റ് ഡൈക്സ്. ഇതൊക്കെ ഈ നോർത്ത് പ്ലാറ്റോയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വലിയ മലയിടുക്കുകളൊക്കെ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ചമ്പൽ, ഭിണ്ട്, മൊറേന മലയിടുക്കുകൾ. പ്ലാറ്റോയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗത്ത് കൂടുതലായിട്ട് ബ്ലാക്ക് സോയിലാണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്ത് ട്രോപ്പിക്കൽ ഡെസിഡുവസ് വുഡ്സ് അഥവാ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ആ ഭാഗത്ത് കാണുന്ന മരങ്ങളാണ് തേക്ക്, സാൻഡൽവുഡ്, ചന്ദനം, സാൽ, അങ്ങനെയുള്ള മരങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളുടെ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഉപദ്വീപീയ പീഠഭൂമി നിർണായകമാണ്. പെനിൻസുലാർ പ്ലാറ്റോയിൽ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹ നിക്ഷേപങ്ങളായ അയൺ, ബോക്സൈറ്റ്, മൈക്ക, ഗോൾഡ്, കോപ്പർ, കോൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ അതിൽ ഏറ്റവും മെയിൻ ക്രോപ്സ് ഈ ഭാഗത്ത് വളരുന്നത് കോട്ടൺ, പൾസസ്, ഗ്രൗണ്ട്നട്ട്, ഷുഗർ കെയിൻ, മെയ്സ്, റാഗി, ചില്ലി ഇതൊക്കെയാണ്. പിന്നെ ആനമുടി, കേരളത്തിലെ ഈ ഭാഗത്ത് കാണുന്ന ഏറ്റവും ടോളസ്റ്റ് മൗണ്ടെയിൻ ആയിട്ടുള്ള ആനമുടി ഈ ഭാഗത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ, ഈ ഏരിയയിൽ കൂടെ ഒഴുകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഗോദാവരിയാണ്. പിന്നെ ഷിലോങ്, കാർബി അംഗലോങ് പ്ലാറ്റ്യൂസൊക്കെ ഈ ഭാഗത്താണ് പെനിൻസുലാർ പ്ലാറ്റോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത്. പെനിൻസുലാർ പ്ലാറ്റോനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെക്കാൻ പ്ലാറ്റോ, സെൻട്രൽ ഹൈലൻഡ്സ്, നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റോ. പെനിൻസുലാർ പ്ലാറ്റോയിലുള്ള പല ഡിഫറെൻറ്റ് പ്ലാറ്റ്യൂസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്.